ബോണ്ട ഉണ്ടാക്കി വലിയ പരിചയമില്ലെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ 2 മീഡിയം സൈസ്ഡ് പൊട്ടറ്റോ, ഒരു മുളക്, പിന്നെ ആവശ്യത്തിന് ചെറിയുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം നല്ല കുനുകുനാന്ന് മുറിച്ചിടുക. നമ്മൾ ഓൾറെഡി പൊട്ടറ്റോ കുക്കറിലിടുന്നുണ്ട്, വെറുതെ തൊലി കളഞ്ഞ് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പെല്ലാം ഇട്ട് ആവശ്യത്തിന് വിസിലടുപ്പിക്കുക. പിന്നെ ഒരു വെള്ള ബൗൾ എടുക്കുക. വെള്ള ബൗൾ തന്നെ എടുക്കണം, ഇല്ലേ ബാറ്റർ റെഡി ആവില്ല കേട്ടോ. പിന്നെ കുറച്ച് ആവശ്യത്തിന് മൈദ, കുറച്ച് ടെർമറിക്, കുറച്ച് വെള്ളം, കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ആക്കി വെക്കുക. ഇതിൻ്റെ അളവൊന്നും ചോദിക്കരുത്, ഇതെല്ലാം ഒരു ഊഹാഭാവങ്ങളാണ്. അപ്പോൾ അതേ നമ്മളെ ബാറ്റർ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ വിസിലടുപ്പിച്ച കുക്കറൊന്ന് പൊട്ടറ്റോ എടുത്ത് നല്ല സ്മാഷ് ചെയ്ത് റെഡിയാക്കി വെക്കുക. അടുത്ത സ്റ്റെപ്പാണ് മെയിൻ ഘട്ടം. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവുക. ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ, കടുക് വെച്ച് പിന്നെ സൈഡായിട്ടുള്ള മുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമ്മൾ പൊട്ടറ്റോ അതിലിടുക. പിന്നെ കുറച്ച് ടെർമറിക്, ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് നല്ല മിക്സാക്കി സെറ്റാക്കി വെക്കുക. ഇനി നമ്മളെ മസാല ബോണ്ട ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യുക. അപ്പം നമ്മളെ ബോണ്ട ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കിച്ചണിൽ കയറുമ്പം അമ്മ ആവശ്യപ്പെടുന്ന ഒരു കാര്യം മാത്രമാണ്, ഞാൻ കയറുമ്പോൾ എങ്ങനെയാണെന്നോ കിച്ചൺ അതുപോലെ തന്നെ നമ്മൾ കിച്ചൺ ആക്കണം. അപ്പോൾ അതെന്തെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഞാൻ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയാലേ അച്ഛൻ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഹൈക്കോർട്ടിൽ നിന്ന് അപ്രൂവ് ആയിട്ടുണ്ട്. ഇനി എന്ത് കുഴപ്പമുണ്ടെങ്കിൽ നാളെ അറിയാം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.